എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസ്സിൻ്റെ നാമത്തിൽ, കർത്തൃനാമത്തിൽ നിങ്ങളേവരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം. വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും. തീർച്ച. കത്തോലിക്ക സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാറ്റക്കിസിസ് ഓൺ ദ സാംസ് കാൻറ്റക്കിൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു. നമുക്ക് വചനം ശ്രവിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം. പിതാവേ, നല്ല ദൈവമേ, നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും. സങ്കീർത്തനം 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിൽ ആനന്ദവും സുരക്ഷിതത്വവും. എനിക്ക് നീതി നടത്തിത്തരുന്ന ദൈവമേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ഞെരുക്കത്തിൽ എനിക്ക് അങ്ങ് അഭയമരുളി കാരുണ്യപൂർവ്വം എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. മാനവരെ, എത്ര നാൾ നിങ്ങൾ എൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കും? എത്ര നാൾ നിങ്ങൾ പൊള്ളവാക്കുകളിൽ രസിച്ച് വ്യാജം അന്വേഷിക്കും? കർത്താവ് നീതിമാന്മാരെ തനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു. കോപിച്ചു കൊള്ളുക, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങൾ കിടക്കയിൽ വെച്ച് ധ്യാനിച്ച് മൗനമായിരിക്കുക. ഉചിതമായ ബലികൾ അർപ്പിക്കുകയും കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ. ആര് നമുക്ക് നന്മ ചെയ്യും? കർത്താവെ, അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും. എന്നാൽ കർത്താവെ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഏതൊരു വ്യക്തിക്കും മാതൃകയാക്കാവുന്ന ഒരു നല്ല പ്രാർത്ഥനയാണ് ദാവീദ് രാജാവ് സങ്കീർത്തനം 4-ാം അധ്യായം വഴി നമ്മുടെ മുമ്പിൽ വിചിന്തനത്തിനായി വയ്ക്കുന്നത്. ദൈനംദിന പരാതി പ്രാർത്ഥനകളിൽ നിന്നും വിഭിന്നമായ പൂർണ്ണ വിശ്വാസത്തിൻ്റെ ഈ പ്രാർത്ഥന നിരന്തരമായ സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ജീവിതത്തിലെ ദൈനംദിന കുരിശുകളെ സമചിത്തതയോടെ കർത്താവിലേക്കുള്ള വിശുദ്ധീകരണത്തിൻ്റെ യാത്രയായി മാത്രം കരുതി സന്തോഷപൂർവ്വം മുന്നേറാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നൽകുന്ന സമാധാനത്തിൽ ഒരു ഓർഡർ, ഒരു ഡിസിപ്ലിനുണ്ട്. അതിൽ വിദ്വേഷമോ അസൂയയോ അഹങ്കാരമോ പിടിവാശിയോ കലഹമോ കാപഠ്യമോ ഇല്ല. പ്രത്യുത അതുല്യമായ ശാന്തമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുടെ ഒരു ഫുൾ പാക്കേജാണ് ഗലാത്തിയ 5:22 പറയും പോലെ, ദ ഫ്രൂട്ട്സ് ഓഫ് ദ സ്പിരിറ്റ്സ് ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ജനറോസിറ്റി, ഫെയ്ത്ത്ഫുൾനെസ്, ജെൻറ്റിൽനെസ്, സെൽഫ് കൺട്രോൾ. സഹോദര, സഹോദരി, നമുക്ക് ഒന്ന് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാം. എന്നിൽ കത്തി നിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളോ അതോ ഇതിൻ്റെ നേർ വിപരീതങ്ങളായ തിന്മയുടെ ഫലങ്ങളോ? എന്നിൽ ക്രിസ്തുവിനെയാണോ എൻ്റെ ചുറ്റുമുള്ളവർ കാണുന്നത്? എൻ്റെ ജീവിതം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഒരു സുവിശേഷമാണോ? ഒരു ക്രിസ്തു സാക്ഷ്യമാണോ? അതോ ഞാൻ അന്ധകാരത്തിൻ്റെ വക്താവാണോ? തിരിച്ചറിയാം, തിരുത്താം ഇന്ന് തന്നെ, കാരണം ഇനി സമയമില്ല. കർത്താവിൻ്റെ ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് മത്തായി 26:64 കൂടി തരുന്നു. ബട്ട് ഐ ടെൽ യു, ഫ്രം നൗ ഓൺ യു വിൽ സീ ദ സൺ ഓഫ് മാൻ സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് പവർ ആൻഡ് കമ്മിങ് ഇൻ ദ ക്ലൗഡ്സ് ഓഫ് ഹെവൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, വചനം ശ്രവിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ. അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് തൃപാദത്തിൽ സമർപ്പിക്കുന്നു. തിരുച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ. പിതാവേ,
അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ, പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.